വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. അപ്പം പെരുന്നാളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ യമ്മി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു പച്ചക്കറിയാണ്. ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് ഗസ് ചെയ്യാനേ പറ്റില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളത്. നിങ്ങൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ആരോടും പറയരുത് ഇത് ഇന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ള ആരോടും പറയരുത്. അവരെ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം. അവരാണെന്നുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് കൊണ്ട് ഇത് വീണ്ടും വീണ്ടും വാങ്ങിയിട്ട് കഴിക്കും. അത്രയും ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്ത് വയ്ക്കുക. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പുഡിംഗ് സെറ്റാക്കാനായിട്ട് ഞാൻ 5 ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനാഗ്രാസ് ആണ് നമ്മൾ ഈ പുഡിംഗ് സെറ്റാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ചൈനാഗ്രാസ് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഇതുപോലുള്ളൊരു സ്റ്റിക്കായിട്ടാണ് നമുക്ക് വരിക. ഇതിപ്പോൾ 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ ഏകദേശം ഒരു 5 പീസാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പീസ് 5 ഗ്രാം ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ മെഷർ ചെയ്തെടുക്കാറ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന്. അത് വേറൊന്നുമല്ല, കപ്പ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മരച്ചീനി, കൊള്ളിക്കിഴങ്ങ്, പൂള എന്നൊക്കെ പറയാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് പുഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു പീസ് മതി. ഞാനിപ്പം ഒരു 6-7 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലുള്ള പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ചെറിയ വിരലിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസാണ്. ഒരുപാട് തടിയൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ പകുതി പോർഷൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഞാൻ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വലിയ ഹോളില്ലേ, ആ ഹോളിലൂടെയാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ബാക്കി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ കപ്പ പുഡിംഗ് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വേറെ തന്നെ ടേസ്റ്റാണ്. നല്ല ക്രഞ്ചിയും ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പകുതി കപ്പ ഗ്രേറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് പാലിലാണ് വേവിക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പം 1/2 ലിറ്റർ പാൽ, അതായത് 2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പം ഞാൻ 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിം ഒന്നും വെക്കണ്ട, ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണല്ലോ, വലിയ പീസൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവും. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ മറ്റേ അടുപ്പത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈനാഗ്രാസ് ഇല്ലേ, അത് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നാരുകളൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ഇത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പയുടെ പീസില്ലേ, ആ കപ്പയുടെ പീസിൽ നിന്ന് ഞാൻ വേര് എടുത്ത് മാറ്റുന്നുണ്ട്. അതായത് കപ്പയുടെ നടുഭാഗത്ത് ഇതുപോലെ ഹാർഡായിട്ടുള്ള വേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പുഡിങ്ങിൽ ഇത് കടിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതെടുത്ത് മാറ്റുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ മിക്സിയുടെ ജാറാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. വളരെ കുറച്ച് പാൽ ചേർത്തിട്ട് അരച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഇത് നന്നായിട്ട് ഇതുപോലെ അരഞ്ഞു കിട്ടണം. അതിനുശേഷം നമുക്കിത് നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കപ്പ ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അരച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ അരച്ചിട്ടുള്ള കപ്പ ചേർത്താൽ തന്നെ ഇത് പെട്ടെന്ന് കുറുകും, നല്ല തിക്കായിട്ട് കിട്ടും, നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കണം. ഓൾറെഡി നമ്മുടെ പുഡിങ് നല്ല തിക്കായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൈനാഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ ക്രീമി ആവാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്രീമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു കപ്പയുടെ സ്റ്റാർച്ചോട് തന്നെയാണ് നമ്മൾ പുഡിങ് ക്രീമി ആവുന്നത്. അത് സെറ്റാക്കുന്നത് ചൈനാഗ്രാസ് ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഈ ചൈനാഗ്രാസും നമ്മൾ ഇതിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം.
ഇത് മസ്റ്റാണ്, ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലെ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 2 നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ പുഡിങ് റെഡിയാണ്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം എടുത്തിട്ടുള്ളത് 750 ml ഒരു ഗ്ലാസ് ട്രേ ആണ്. ഇത് ഒരു 6-7 പേർക്ക് എന്തായാലും നന്നായിട്ട് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് ഒന്ന് ചൂട് തളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇത് സെറ്റാവാൻ ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായിട്ട് കിട്ടും നിങ്ങൾക്ക്. അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെറ്റാവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൻ്റെ അകത്തും വെച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് സെറ്റാക്കിയിട്ട് എടുത്തതാണ്. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് സോഫ്റ്റായിട്ടാണ് സെറ്റായിട്ടുള്ളത്, ഹാർഡൊന്നുമല്ല. അപ്പോൾ അതാ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടാണ് സെറ്റായിട്ടുള്ളത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ബദാം ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൽ നട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ആ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുള്ള കപ്പ തന്നെ നിങ്ങൾക്ക് ഇത് കടിക്കാനായിട്ട് കിട്ടും. പിന്നെ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയും ഒരു പുതിനയുടെ ലീഫും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ഭംഗി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ പുഡിങ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അത് എത്രത്തോളം സിൽക്കിയും അതുപോലെ തന്നെ എത്രത്തോളം റിച്ചും ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പുഡിങ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് സെർവ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.